അനേകായിരം ജീവരൂപങ്ങൾക്കൊപ്പം മനുഷ്യരായ നമ്മളും പങ്കെടുക്കുന്നതാണ് ഈ ഭൂമിയും പ്രകൃതിയും. നമ്മളെപ്പോലെ ഭൂമിയുടെ അവകാശികളായ അനേകം സഹജീവികൾ നമുക്കൊപ്പമുണ്ട്. ഇനി ഇടുക്കി ഉടുമ്പന്നൂരിൽ നിന്നുള്ള സഹജീവി സ്നേഹത്തിൻ്റെ കഥയാണ്. നിങ്ങൾ വാനിൽ പറന്നുയരുന്ന പറവകളെ കാണുന്നില്ലേ? ദൈവമല്ലാതെ മറ്റാരുമല്ല അവയെ താങ്ങി നിർത്തുന്നത്. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തമുണ്ട്. വിശുദ്ധ ഖുർആൻ 16:79. നഗരത്തിലെ അരിപ്രാവുകൾക്ക് നൽകാൻ ഗോതമ്പ് മണികളുമായി കടല വിൽക്കാനെത്തുന്ന പരീത് എന്നൊരു വൃദ്ധനുണ്ട് ഉടുമ്പന്നൂർ ടൗണിൽ. പരീതിക്ക പറവകൾ കന്നമൂട്ടാൻ തുടങ്ങിയിട്ട് 17 വർഷങ്ങൾ പിന്നിടുന്നു. എന്താണെന്ന് വെച്ചാൽ നമുക്ക് വിശപ്പുള്ള ആൾക്കാണല്ലോ കാണിക്കും, അതുങ്ങൾക്കുള്ള വിശപ്പാണ്. ആ വിശപ്പിനെ നമ്മളൊരു ആഹാരം കൊടുക്കുന്നു. നേരത്തെ അവിടെ രാവിലെ താഴെ കൊടുക്കും, വൈകിട്ട് ഇവിടെ കൊടുക്കും. രണ്ടിടത്ത് പോകും. ഒന്നാമത് എനിക്ക് സുഖമില്ല, കിഡ്നി സംബന്ധമായിട്ട് അസുഖമുണ്ട്. അതിന് മരുന്ന് കഴിക്കുന്നു, ഹെർണിയുണ്ട്, പിന്നെ കണ്ണിന് കണ്ടും തിപരത്തിൻ്റെ അസുഖമുണ്ട്. അങ്ങനെ എല്ലാം രോഗിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നൊരു സന്തോഷത്തിന് നമ്മൾ ഇവിടെ ഇല്ലെങ്കിൽ നമുക്ക് അവിടെ ആകർത്തി പോകുമ്പോൾ നമുക്ക് കിട്ടില്ല, തമ്പരാൻ്റെ അടുത്ത് കൂലി കിട്ടില്ല. വൃക്കരോഗം മൂലം നീരുവെച്ച കാലുകളുടെ വേദനയെ മറക്കുവാനാണ് ഒരു പ്രാർത്ഥനയുടെ വിശുദ്ധിയോടെ പരീത് കച്ചവടം നടത്തുന്നത്. കടലപ്പൊതികൾ കൈമാറുന്ന വൃദ്ധനെ തേടി സൃഷ്ടാവിന്റെ കരുണയെന്ന പോലെ പ്രാവിൻകൂട്ടങ്ങൾ പറന്നിറങ്ങുന്നു. പ്രാവുകളുമായിട്ട് പരീക്കായ്ക്ക് ഒരു വർഷങ്ങളുടെ പരിചയമുണ്ട്. ഞാൻ നേരത്തെ മുതൽ കാണുന്നതാണ്. അദ്ദേഹത്തിന് വളരെ ജീവനാണ് പ്രാവുകളെ, അതുപോലെ പ്രാവുകൾക്കും അദ്ദേഹത്തെ ജീവനാണ്. റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന ഗോതമ്പാണ് പരീത് പ്രാവുകൾക്കായി വിതറുന്നത്. ചില പ്രാവുകൾക്ക് കടല തന്നെ വേണം. ചിലരോടൊക്കെ പരീതിന് പേരിട്ട് വിളിക്കാവുന്ന സൗഹൃദം പോലുമുണ്ട്. വർത്താനം പറയും, എൻ്റെ കയ്യിൽ വന്ന് കയറിയിരിക്കും. അപ്പോൾ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ എൻ്റെ നേരെ കുറച്ച് നേരം നോക്കി നിൽക്കും. അത് കഴിഞ്ഞ് കുറച്ച് എന്നാൽ മതിയായ പൊക്കോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം പറന്നങ്ങ് പോകും, അതിൻ്റെ കൂട്ടിലേക്ക് പറന്നു പോകും. സഹജീവികളുടെ വിശപ്പിന് ഉത്തരം നൽകുന്നതിൽ പരം പ്രാർത്ഥനയില്ലെന്നാണ് ഈ വൃദ്ധന്റെ വിശ്വാസം. അതിന്റെ പരിശുദ്ധിയിൽ അയാൾ ഇഹലോകത്തിന്റെ വേദനകളിൽ നിന്ന് ശമനം തേടുന്നു. ജിബിൻ തോമസിനൊപ്പം മുഹമ്മദ് ആഷിഖ്, മീഡിയ 1, ഇടുക്കി.